ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവർ, നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇന്ന് ധ്യാനിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. ഈ കഴിഞ്ഞ മെയ് മാസം 2026 മെയ് മാസത്തിൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടന്ന കരിസ്മാറ്റിക് ജൂബിലി സംഗമത്തിൽ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെപ്പറ്റി എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് ഒരാഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുള്ള, പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച ഒരു പുസ്തകമാണെന്ന് എനിക്ക് അതിശക്തമായ ആത്മീയ പ്രേരണയാണ് അതുകൊണ്ട് ലഭിച്ചത്. അത് വായിക്കുന്നവരും കയ്യിലെടുക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കുന്നതായ ഒരു ഫീലിങ്സാണുള്ളത്. അത് പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 34 വർഷം അധ്യാപികയായും എച്ച് ആയിട്ട് ജോലി ചെയ്ത് വിരമിച്ച ബഹുമാനപ്പെട്ട ലൂസി ജോസഫ് ടീച്ചറാണ് അത് എഴുതിയിരിക്കുന്നത്, കാരക്കാട്ട്. സിസ്റ്റർ, ഈ ടീച്ചർ വളരെ വർഷങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്ത ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണിത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പുസ്തകം തന്നെക്കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് മുമ്പിൽ ശക്തമായി നിലകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ 100 ദിവസങ്ങൾ ദിവ്യകാലത്തിൻ്റെ മുന്നിലിരുന്ന് കൂട്ടായ്മയിൽ 1000 ജപമാല ചൊല്ലി, 1000 ജപമാല മണികൾ ചൊല്ലി പ്രാർത്ഥിച്ച് അതിശക്തമായി മുന്നേറിയതിൻ്റെ പേരിൽ ദൈവം കൊടുത്ത, പരിശുദ്ധ അമ്മയിലൂടെ ദൈവം കൊടുത്ത ഒരു വെളിപ്പെടുത്തലനുസരിച്ചാണ് ഈ പുസ്തകം രചിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ഇത് കയ്യിലെടുക്കുമ്പോഴൊരു അഭിഷേകം, ഓരോ ഭാഗവും വായിക്കാൻ അഭിഷേകം, വായിച്ചു കഴിഞ്ഞ് അത് ജീവിതത്തിലേക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ അഭിഷേകം. ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ കൂദാശകളുടെയൊക്കെ സ്വീകരണം നമ്മൾ ചെയ്യുമ്പോഴൊരു എന്തോ ഇത്ര വലിയൊരു ദൈവാനുഗ്രഹം കടന്നു വരുന്നൊരു വഴിയാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ ചെയ്യുന്ന മേഖലകൾ പരിഹരിക്കാനുള്ള വഴി. നമ്മുടെ കുട്ടികളെ ആദ്യ കുർബാന സ്വീകരണത്തിൽ നമ്മൾ ഒരുക്കുമ്പോൾ കുട്ടികളെ പോലെ മാതാപിതാക്കളും അതിനുവേണ്ടി ഈ അനുഗ്രഹം കുടുംബത്തിലെ തലമുറകളിലേക്ക് പകരപ്പെടാൻ വേണ്ട അനുഗ്രഹം അവരിൽ വളരാൻ, പകരാൻ, പടരാൻ, നിലനിൽക്കാൻ വേണ്ടി ഒരു അഭിഷേകത്തിൻ്റെ വഴികൾ. അങ്ങനെ നമ്മൾക്ക് നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയെന്ന് കരുതി വച്ചിരിക്കുന്ന പല മേഖലകളിലും ഒരു ഉടച്ചു വാർക്കൽ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി ഈ എഴുതിയ ആ പുസ്തകത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ഇതുകൊണ്ട് മുഖ്യ ഉദ്ദേശം ഞാൻ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുരിക്കൻ പിതാവ് ഈ പുസ്തകത്തിന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, പുസ്തകത്തിൽ ആശംസകൾ അറിയിക്കുന്നുണ്ട്. മുരിക്കൻ പിതാവിൻ്റെ അകത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവകൃപയുടെ വറ്റാത്ത നീർച്ചാലിനരികിലേക്ക് നമ്മെ നയിക്കാൻ കഴിയും. ദൈവകൃപയുടെ വറ്റാത്ത നീർച്ചാലിനരികിലേക്ക് നമ്മെ നയിക്കാൻ കഴിയുന്ന തക്ക വിധത്തിൽ വളരെയേറെ ആത്മാർപ്പണം ചെയ്ത, ആത്മാവിൻ്റെ ഒരു അഭിഷേകമുള്ള, ആത്മാവിൻ്റെ കയ്യൊപ്പുള്ള ഒരു പുസ്തകമാണ് ഇതെന്നാണ് മുരിക്കൻ പിതാവ് ഈ ആശംസയിൽ ഇത് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് നമ്മൾ ബഹുമാനപ്പെട്ട പോൾ മൈലക്കച്ചാലച്ചൻ ഈ പുസ്തകത്തിൽ നമ്മളോട് പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആശംസകൾ അറിയിച്ചുകൊണ്ട് അച്ഛനും എഴുതിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കുടുംബങ്ങൾ നവീകരിക്കപ്പെടുവാൻ. നമ്മളിപ്പോൾ ശരിയെന്ന് തോന്നുന്നു നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും വ്യത്യസ്തമായി ഈ ശരിക്കും ഇതിൻ്റെ ഒരു അഭിഷേകം സ്വീകരിക്കാനുള്ള പുതിയ വഴികൾ ഈ പുസ്തകത്തിൽ ധാരാളമായി ഈ ദൈവം നമുക്ക് കാണിച്ചിരുന്ന മേഖലകളെപ്പറ്റി നമുക്ക് ഇപ്പോഴുള്ള ബോധ്യങ്ങൾ കുറേയും കൂടെ നവീകരിക്കാൻ സഹായമാകുന്ന വഴികളെപ്പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ച ഒരു പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുള്ള ഒരു പുസ്തകമാണിത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് കാണുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാകും. ഈ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം, നിങ്ങളുടെ പലരുടെയും കൈകളിൽ ഉണ്ടായിരിക്കാൻ താനും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം 1 കൊറിന്തോസ് 15:19 പറയുന്ന ഈകലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ മറ്റെല്ലാവരേക്കാളും നിരാശരാണ്, ഭഗ്നാശരാണ് എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നിത്യതയെ പുൽകാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കാൻ
ഇത് ഈ ഏറെ സഹായമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ശ്രദ്ധിച്ചത് കൂദാശകളുടെ സ്വീകരണത്തിലൂടെ ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത പ്രസാദവരം നമ്മളിലേക്ക് ഒഴുകി വരുന്ന ഈ ചാലുകൾ നമ്മൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനമായി കണ്ടൻസ്. ഓരോ കൂദാശകളും സ്വീകരിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങളെ സംബന്ധിച്ച് അത് വിശുദ്ധരൊക്കെ ഈ കൂദാശകൾ സ്വീകരിച്ച് വിശുദ്ധരുടെ ആദ്യ കുർബാന സ്വീകരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന വളരെയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം വിശുദ്ധരുടെ ആദ്യ കുർബാന സ്വീകരണം, ഇപ്പം നമ്മൾ നമ്മുടെയൊക്കെ മക്കളെ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ മക്കളെ നല്ലപോലെ ഒരുക്കുന്നുണ്ട്. മക്കൾ നല്ലപോലെ ഒരുക്കുന്നതോടൊപ്പം മാതാപിതാക്കളെ കൂടെ ഈ കൂദാശ സ്വീകരണത്തിന് മക്കളെ ഒരുക്കുന്നതോടൊപ്പം മാതാപിതാക്കളും ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട്. അത് ചെറിയ ഒരുക്കമല്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നമ്മൾ വ്യാപരിക്കുന്നത്. ഈ കൂദാശ സ്വീകരിക്കും നമ്മളതിൻ്റെ അനന്ത ഫലമുണ്ടാകുന്നു, അനന്തരമായ ഒരു ഫലമുണ്ടാകുന്നുണ്ടോ? നിത്യതയെപ്പറ്റിയുള്ള ദാഹം, സഹോദരനിലേക്ക് പടരുന്ന ഒരു സ്നേഹം, ദൈവസ്നേഹത്തിനൊരു ജ്വലനം, ഒളിമങ്ങാത്ത തേജസ്സിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു നിറവ്. ഗലാത്യ 5:22-23 പറഞ്ഞിരിക്കുന്ന സന്തോഷം, സമാധാനം, സ്നേഹം, ക്ഷമ, ദയ, ആനന്ദം, കരുണ, നന്മ, സൗമ്യത, ഈ ഒരു അഭിഷേകം, ഈ ഒരു നിറവ്, ആത്മനിറവ് എനിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം നമുക്ക് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി വരുന്നുണ്ട്. ജീവനെ നിഷേധിക്കുക, ജീവനെ സ്നേഹിക്കുകയാണ്. ജീവനെ സ്നേഹിക്കണം. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായ നമ്മൾ ജീവനെ സ്നേഹിക്കുന്നതിൻ്റെ തോത് അനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയും ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകും. ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജീവൻ്റെ വക്താക്കളായി മാറണം. ജീവൻ്റെ വക്താക്കളായി മാറണത് ഈ പുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നതിനും വ്യത്യസ്തമായി, നമ്മൾ ധരിച്ചു വെച്ചിരിക്കും വ്യത്യസ്തമായി ഇനി നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട കുർബാന സ്വീകരണത്തിൽ, കുമ്പസാരത്തിൽ, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ അനുദിന ദിവ്യബലിയിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞെഴുതിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാകണമെങ്കിൽ യോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ അതിൻ്റെ 5-6 വചനങ്ങൾ നമ്മളൊന്ന് ധ്യാനിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യങ്ങൾ അത് കിടപ്പുണ്ട്. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ആകയാൽ ഞാൻ ഇനിയും പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരമപരിശുദ്ധിക്ക് മുമ്പിൽ വ്യാപരിക്കുന്ന ദൈവപൈതൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മികതയും ഞാൻ ഇത്രയും കാലം ചെയ്തു വെച്ച സെറ്റപ്പുകളുടെ സംവിധാനങ്ങളെല്ലാം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊളിഞ്ഞു പോയി ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ വ്യാപരിക്കുമ്പോൾ. അതുകൊണ്ട് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ അടിസ്ഥാനപരമായി ഫലം പുറപ്പെടുവിക്കാത്തൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ ഫലം ചൂടുന്ന വ്യക്തികളായി മാറുവാൻ ഈ പുസ്തകം വളരെയേറെ നമ്മളെ സഹായിക്കും. അതായത് പൗരത്വ സ്വർഗത്തിലാണ് തിരിച്ചറിവുണ്ടാകണം. കൂദാശകളുടെ വലിയ നിധിയാണ്, വലിയ നിക്ഷേപമാണ്, ഒരു നിധിയാണ്. അത് വേണ്ടത്ര ഒരുക്കത്തോടെ ഒരുങ്ങിയും സ്വീകരിച്ചാൽ അങ്ങനെ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തികളിൽ ഇനി ഒരു അനന്തരമായ ഫലം ഉണ്ടാകണം. ഡൊമിനിക് സാവിയുടെയും മരിയാഗുര്യത്തിൻ്റെയും ഡോൺ ബോസ്കോയുടെയൊക്കെ ആദ്യ കുർബാന സ്വീകരണത്തെ പറ്റിയും അതിലൂടെ അവർക്ക് ലഭിച്ചൊരു അനന്തര ഫലങ്ങളെ പറ്റിയും വിശുദ്ധരുടെ എല്ലാ ആദ്യ കുർബാന സ്വീകരണങ്ങളെ പറ്റിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ലൂസ് ടീച്ചർ വളരെ ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവകരുണയുടെ വറ്റാത്ത ഉറവകളായി നമ്മൾ മാറാൻ, ദൈവകരുണയുടെ വക്താക്കളായി നമ്മൾ മാറുവാൻ പരിശുദ്ധ കുർബാനയെ പ്രണയിക്കണം. അല്ല, കുടുംബത്തെ പടുത്തുയർത്തുമ്പോൾ കുടുംബത്തിൽ 1-ാം സ്ഥാനം കൊടുക്കേണ്ട ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ കുടുംബത്തിൽ ഈശോ പടിയിറങ്ങിയുണ്ടാകുന്ന അനന്തരഫലങ്ങൾ നമ്മുടെ എല്ലാം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പറ്റി ഞാനിപ്പം വളരെ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയേറെ ശുശ്രൂഷകൾ ചെയ്യുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. ചെറുപ്പക്കാരെ പറ്റി മാതാപിതാക്കൾക്ക്, വളർന്നു വരുന്ന കുട്ടികളെ പറ്റി മാതാപിതാക്കൾക്ക് വളരെയേറെ പരാതിയുണ്ട്. അവരുടെ എല്ലാം കാര്യങ്ങൾ ഒത്തിരി ക്രമീകരിക്കാണ്ട്, അവർക്ക് വേണ്ടത് ദൈവസ്നേഹമില്ല, അവർക്ക് ദൈവവിശ്വാസമില്ല, അവർക്ക് വേണ്ടത്ര രീതിയിൽ അല്ല ജീവിക്കുന്നവർ, മൊബൈലിൻ്റെ അഡിക്ഷനാണ്, അങ്ങനെയെല്ലാം പറഞ്ഞ് ഒരു 100,000 കൂട്ടം കാര്യങ്ങൾ അവരെ പറ്റി പറയാനുണ്ട്. പ്രിയ മാതാപിതാക്കളെ, അതിനുള്ള യഥാർത്ഥ ഉത്തരം ഈ പുസ്തകത്തിലുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾക്ക് നിസ്സാരമായി ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? മാതാപിതാക്കൾ നമ്മൾ എന്താണോ അതാണ് നമ്മുടെ മക്കൾ. ഇച്ചിരി ഇതായി പറഞ്ഞാൽ, ഇന്ന് വായനാശീലം നല്ലപോലെ കുറഞ്ഞിരിക്കുന്ന ഈ കാലത്ത് ഒരു വള്ളിപുള്ളി വിടാതെ മക്കൾ
വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അത് മാതാപിതാക്കളുടെ ജീവിതമാണ്. ആ മാതാപിതാക്കളുടെ ജീവിതം നവീകരിക്കാനും കൂടി ഇത് ഉപകരിക്കും. കുടുംബത്തിനൊരു സന്തോഷം സമാധാനം ഉണ്ടാകും. അത് വളരെയേറെ പ്രധാനപ്പെട്ട ഈ പുസ്തകം നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം. വളരെ അനുഗ്രഹപ്രദമാണ് ഈ പുസ്തകം. ഈ പുസ്തകം വീട്ടിൽ സൂക്ഷിക്കുക, എന്നിട്ട് തന്നെ തീർച്ചയായും എൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതാണ് ജീവിതമായി മാറണം. ഇത് ഭരണങ്ങാനത്തുള്ള ജീവൻ പബ്ലിക്കേഷനാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഈ ടീച്ചറുടെ കയ്യിൽ ഈ പുസ്തകം ലഭ്യമാണ്. ടീച്ചറിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 94 96 15 99 84 9496159984. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. വളരെ അനുഗ്രഹപ്രദമായ ഈ പുസ്തകം വായിക്കാനും അതിലൂടെ അത് പ്രചരിപ്പിക്കാനും അത് നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിക്കാനും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഒരു പിൻബലം ഉണ്ടാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.